നമ്മളിപ്പം വൈകിപ്പോയെന്നറിയാം, എന്നാലും വന്ന സ്ഥിതിക്ക് അതേക്കൂടെ ചെയ്തേക്കാം വിചാരിക്കും. വേറെ ഒന്നുമില്ല, കാട്ടാളൻ ആൻ്റണി പെപ്പയുടെ പുതിയ പടം. അതായത് മാർക്കോയ്ക്ക് ശേഷം ക്യൂബ് സെൻറ്റർമെൻറ്റ് ചെയ്യുന്ന പടമല്ലേ, അത് തന്നെ. അതിനുശേഷം അവർ ചെയ്യുന്ന രണ്ടാമത്തെ പടമാണ്. കുറച്ചധികം പരിചയമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരോട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ചെയ്യുന്നില്ലേ എന്താണ് നിങ്ങൾ ടീച്ചർ ചെയ്തതാണോ, അതല്ലേ എന്താണ് പരിപാടി, എന്താണ് അവിടെ നടക്കുന്നത് നോക്കാൻ. ഇത് ഓൾറെഡി ഞങ്ങൾ കണ്ടു കേട്ടോ ടീച്ചർ, കാരണം ഇത് വന്ന സമയത്ത് തന്നെ കണ്ടായിരുന്നു. സോ നമ്മളിപ്പം ജസ്റ്റ് കാണുന്നു, ജസ്റ്റ് ഒരു റിവ്യൂ എന്ന രീതിയിൽ. വന്നപ്പോഴും കണ്ടു, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, കണ്ടാണ്. കിടക്കട്ടെ പേജിൽ നിന്ന് വെച്ച് ചെയ്യുന്നു ഒരു റിയാക്ഷൻ. കാട്ടാളൻ ടീച്ചർ നമുക്കൊന്ന് കാണാം. ക്യൂബ്സ് രണദീപ് അതീഷ് ലോകനാഥ്. പോൾ ജോർജിന്റെ അസ്റ്റോടാണോ? ആ, ഫുൾ അസ്റ്റോടാ. ഡി വെടി പുക. തെറിച്ച് നിൽക്കുന്ന ടീച്ചറാണല്ലേ? അല്ല, തെറിച്ച് നിൽക്കുന്ന ടീച്ചറാ. ആക്ഷൻ ആണ് അവർ പുഷ് ചെയ്യുന്ന പരിപാടി. അല്ല, പേരല്ലേ കാട്ടാളൻ ദി ഹണ്ടർ ആണല്ലോ. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ഒറിജിനൽ ആനയെ മതി യൂസ് ചെയ്തേക്കുന്നത്. അത് ഇനിഷ്യൽ പോർഷൻ അവർ തായ്ലൻഡിൽ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു. കാരണം ആനയുടെ സീക്വൻസ് ഒന്നും എല്ലാം ഒറിജിനൽ ആയിരിക്കും. അതിനകത്ത് അവർ VFX VFXന്റെ പരിപാടി. ആനയുടെ ആക്ഷനെ കുറിച്ച് ചിലപ്പോൾ VFX കാണും, പക്ഷെ അത് രസം. മറ്റേ പുലിമുരുകിനെ ചെയ്ത പരിപാടിയായിരിക്കും അവർ. ഇത് അത് മറ്റേ എനിക്ക് അത് പുലിവിനകത്ത് കുറെ കൂടി ക്ലോസ് ഷോട്ടുകളാണ് കൂടുതൽ നമുക്ക് പുലി യൂസ് ചെയ്തത്. ഇത്ര മിനിറ്റ് പുലിയുടെ കടുവയുടെ സീക്വൻസസ് ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് അത് മൾട്ടിപ്പിൾ സാധനത്ത് കോമ്പോ. അത് എനിക്ക് അതിന്റെ മറ്റേ ഇതുണ്ടല്ലോ, ആ ഒരു ക്ലോസ് ഷോട്ട് ഉണ്ടോ ഫേസിന്റെ, അതാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇവിടെ ഇവരുടെ മറ്റേ BTS എന്നൊക്കെ ഒറിജിനലാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ ഈ ഫൈറ്റ് സീക്വൻസ് എല്ലാം വിളിച്ചേക്കുന്നത്. ഇത് ഫുള്ളി ഒരു ആക്ഷൻ പടമാണല്ലോ, പാൻ ഇന്ത്യൻ ആക്ഷൻ പടമാണ്. എനിക്ക് മറ്റേ രണദീപ് മറ്റേ DOPയുടെ വർക്ക് കുറച്ച് കാലമായിട്ട് രസം, നല്ല നല്ല പരിപാടികളാണ്. രണദേവല്ലേ? അതുപോലെയാണ് മ്യൂസിക്. ആരാ? അജനീഷ് നോവലാണ്. ആരാ പുള്ളി? ആരാ? മറ്റേ ഇതിൻ്റെ കാന്താര. മലയാളത്തിലെ മറ്റേ വൈബിൽ നിന്ന്, മറ്റേ ട്രഡീഷണൽ വൈബിൽ നിന്ന് മാറി ഈ ടൈപ്പ് സാധനം ചെയ്ത് കേട്ടിട്ടില്ലെന്ന് തോന്നി എനിക്ക്. ഇത് ഫുള്ളി ആക്ഷൻ പടം. പോൾ ജോർജ് പുതിയ ഡയറക്ടറാണ് അല്ലേ? പുള്ള ഫസ്റ്റോടാ ആക്ച്വലി. അപ്പോൾ ഇനി പടത്തിൻ്റെ അടുത്ത അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ടീസറിൽ നിന്ന് ഒക്കെ ഒരു ടീസർ എന്ന രീതിയിലൊക്കെ ഒക്കെയാണ് സാധനം. ആക്ഷൻ പീസ് മാത്രമേ കേട്ടപ്പം ഫുള്ളി വേറെ ടൈപ്പ് ഇവൻ കാട്ടാളനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത് കാട്ടിലെ പരിപാടി. അതായത് കുറച്ചുകൂടി ഇവന്റെ ഇപ്പം മോഡേൺ വേഷവും തോക്കും ഒക്കെ അല്ലേ? ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ടാർസൻ ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ടാർസൻ അല്ല, ഈ തായ്ലൻഡിലൊരു ആനയെ വെച്ചിട്ടൊരു പടമുണ്ട്, സെക്കൻഡ് ആ ലൈൻ പടമായിരിക്കും എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഇവൻ തന്നെ ഹണ്ടർ, ഇവൻ തന്നെയാണ്. ഇവനെ വെച്ചാണ് ആനകളെ വേട്ടയാടുന്നത്. പക്ഷെ ഒരു പോയിന്റ് വില്ലന്മാരായിട്ടാണ് നടക്കുന്നത്, അടി ബഹളം. ഇതായിരിക്കാം പടം. മേ ബി പടം ഇറങ്ങി കഴിയുമ്പം വന്ന് വീട്ടിൽ അവൻ്റെ ഉള്ളിലെ കാട്ടാളൻ ആ ടൈപ്പ് സാധനമായിരിക്കല്ലേ? അങ്ങനെ കാട്ടാളൻ അതല്ലേ ക്യാരക്ടറല്ല, അവൻ്റെ ക്യാരക്ടറായിരിക്കുമല്ലോ കാട്ടാളൻ എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പടം വന്നിട്ട് നമുക്കറിയാം. അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുമല്ലോ. ഇനി ചിലപ്പോൾ അടുത്ത ടീസർ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ട്രെയിലേഴ്സ് ആയിരിക്കാം. മെയ്യിലാണ് റിലീസ് ചെയ്യുന്ന. ഇപ്പോഴേ അമ്മ ടീസർ ഇറക്കി. ഷൂട്ട് കഴിഞ്ഞു. ഞാൻ പിന്നെ ഷൂട്ട് റാപ്പി ആണ് കേട്ടത് ആണല്ലേ? ഞാൻ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതിന് പരിപാടിയൊക്കെ ആയിരിക്കും. VFX അടക്കം ഒരുപാട് വേണ്ടല്ലോ. ഇതിനകത്ത് ഫൈറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. സോ പക്ഷേ ഒരു പാൻ ഇന്ത്യൻ പടത്തിൽ കിട്ടുന്ന റീച്ച് തരം പടത്തിന് കിട്ടിയിട്ടില്ല ഈ ടീസർ കൊണ്ടിട്ട്. കാരണം 17 ലക്ഷം വ്യൂ ഉള്ളു. ഇതിൽ കൂടുതൽ കിട്ടണം. ഇത് മലയാളത്തിനല്ലേ നമ്മൾ? അത് അല്ല, ഇതിനകത്ത് എല്ലാം കോമൺ ഇതാ. ഇതിൽ കൂടുതൽ റീച്ച് ആർക്ക് കിട്ടണമാണ്. ഇങ്ങനത്തെ ഒരു പടത്തിന് കിട്ടണം ആക്ച്വലി. കാരണം ഒരു പാൻ ഇന്ത്യൻ പടമായിട്ട് ഇറക്കുമല്ലേ. സോ ചിലപ്പം മെയിലല്ലേ റിലീസ്. സോ അതിനോടടുത്ത് ഒരു പക്ഷേ നല്ലൊരു റീച്ച് കിട്ടുമായിരിക്കും. കിട്ടിയാൽ പടത്തിന് പോസിറ്റീവ് ആണെങ്കിൽ പടം നല്ല ഗുണമായിരിക്കും. മലയാളത്തിൽ നിന്ന് ഒരു ഗംഭീര ആക്ഷൻ പടം വരട്ടെ. അല്ലെങ്കിൽ പെപ്പയ്ക്ക് ആക്ഷൻ ചെയ്യാൻ പെപ്പ മിടുക്കലാണ്. സോ ഇടയ്ക്ക് പുള്ളി അത് ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏതാ ആക്ഷൻ എന്തോ ഒരു ഇഞ്ചുറി ഉണ്ടായ പിന്നെ
കാലിലോ കൈക്കെന്തോ അത് മറ്റേ ഇതിനല്ലേ നമ്മുടെ ആർട്ടിസ്റ്റ് ടൈം. ആ അവർ ഇഞ്ചറിക്ക് ശേഷം പിന്നെ പുള്ളി കുറച്ചൊരു റൊമാൻറ്റിക് പടമൊക്കെ പിടിച്ചിട്ട് അതെല്ലാം ബോക്സ് ഓഫീസിൽ പിന്നെ തിരിച്ചിനി ഈ ലൈൻ തന്നെ. അല്ല, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സേഫ് സോൺ എനിക്ക് ആക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി കുറേ കൂടി ആക്ഷനിൽ ഫോക്കസ് ചെയ്താൽ നല്ല സാധനം വരാം. എന്തായാലും പടത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കാണാം, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി. ട്രെയിലൊക്കെ വരുമല്ലോ ഇനി. ട്രെയിലർ എന്തായാലും ഏപ്രിലൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ, കാരണം മെയിലാണ് റിലീസ്. സോ അപ്പോഴൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ.